സാധാരണക്കാരെ സംബന്ധിച്ച് ബാങ്കിൽ നിന്നും ഒരു വിദ്യാഭ്യാസ വായ്പ നേടുക എന്നത് വളരെ ദുഷ്കരമാണെന്നാണ് പലരും പറയുന്നത്. സമീപ വർഷങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. വിദേശ പഠനമാണെങ്കിൽ പറയുകയും വേണ്ട. കോഴ്സ് ഫീസ്, ട്യൂഷൻ ഫീസ്, താമസ ചെലവ്, മറ്റു ചെലവുകൾ എന്നിവയ്ക്കായി വലിയൊരു തുക തന്നെ വേണ്ടിവരും. സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതമാകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിദ്യാർത്ഥി പ്രവേശനം നേടുന്ന സ്ഥാപനം NIRF അഖിലേന്ത്യാ റാങ്കിങ്ങിൽ ആദ്യ 100-ൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ആദ്യ 200-ൽ ഇടം നേടിയതായിരിക്കണം എന്നാണ് പ്രധാന കാര്യം. വിദ്യാർത്ഥിയുടെ വാർഷിക കുടുംബ വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നും വിസ്മരിക്കരുത്. 7.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ 75% ക്രെഡിറ്റ് ഗ്യാരണ്ടിയും നൽകും. എന്നാൽ പഠന ചെലവിന്റെ കാര്യത്തിൽ ഇനി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഭയക്കേണ്ടതില്ല. കേന്ദ്രം അടുത്തിടെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി യോജന ഇത്തരക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ പദ്ധതിക്ക് കീഴിൽ 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ വായ്പ നൽകും. അതും യാതൊരു ഗ്യാരണ്ടിയും കൂടാതെ തന്നെ. 10 ലക്ഷം രൂപ വരെയാകും പദ്ധതിക്ക് കീഴിൽ ലഭിക്കുക. അടുത്തിടെ ചേർന്ന മന്ത്രിസഭാ യോഗം പദ്ധതിക്ക് അംഗീകാരവും നൽകിയിരുന്നു. ഈ സ്കീമിന് കീഴിൽ വായ്പ എടുക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടിയോ ആവശ്യമില്ല. കൂടാതെ ഈടാക്കുന്ന പലിശയ്ക്ക് സർക്കാർ 3% സബ്സിഡിയും നൽകും. അംഗീകൃത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടിയ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ലോൺ സ്കീം പ്രയോജനപ്പെടുത്താം. ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വേരിഫിക്കേഷൻ നടപടികൾ ഡിജി ലോക്കർ വഴി തന്നെ നടത്താം എന്നതാണ് ഏറ്റവും ആകർഷകമായ വസ്തുത. അതിനാൽ തന്നെ സമയം ലാഭിക്കാം. വിദ്യാലക്ഷ്മിയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ചാണ് നടപടികൾ ആരംഭിക്കേണ്ടത്. ഓരോ വർഷവും 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കും.